നമസ്കാരം. ഇന്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. കരയും ആകാശവും പിന്നിട്ടു. ഇത്തവണ മഹാത്മാഗാന്ധിയെ ജലത്തിൽ ഒരുക്കി മഞ്ചേഷ് മോഹൻ. ഗാന്ധി ജയന്തി ദിനങ്ങളിൽ വ്യത്യസ്തമായ ഗാന്ധി ചിത്രങ്ങൾ ഒരുക്കി പ്രശസ്തനായ പെരുന്ന സ്വദേശി മഞ്ചേഷ് മോഹൻ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ദേശീയ പതാകയുടെ ത്രിവർണ്ണ നിറമാർന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രം ജലാശയത്തിൽ ഒരുക്കി വിസ്മയം തീർത്തിരിക്കുകയാണ് മഞ്ചേഷ്. പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമുള്ള വെള്ളം നിറഞ്ഞ പാടത്ത് 1000 ചതുരശ്ര അടിയിൽ വൃത്താകൃതിയിലുള്ള ഗാന്ധി ചിത്രമാണ് ഒരുക്കിയത്. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ ക്രൈം നന്ദകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂട്യൂബ് ചാനലിലൂടെ നടിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് നടപടി. എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തത്. ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് അഭിഭാഷകൻ ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചിയിലെ ഓഫീസിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച. ഇതിനുശേഷം പുറത്തിറങ്ങിയ സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. സിദ്ദിഖിന് സുപ്രീം കോടതി ഇന്നലെയാണ് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയിരുന്നു. പ്രിന്റ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് ഒഴിവാക്കി പൂർണ്ണമായി ഡിജിറ്റലാകാൻ മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പ്രിന്റ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് അവസാനിപ്പിക്കും. 2ാം ഘട്ടത്തിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗും നിർത്തലാക്കുമെന്ന് വകുപ്പ് അറിയിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായി CS നാഗരാജു ചുമതലയേറ്റതിനു പിന്നാലെയാണ് ഡിജിറ്റൽ നീക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. ഇതുവരെ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് പ്രിന്റ് ചെയ്ത കാർഡുകളുടെ വിതരണം അവസാനിപ്പിച്ചത്. 4ാമത്തെ സംസ്ഥാനമായി കേരളം മാറും. മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കണ്ണൂർ കാൾടെക്സ് വഴി കടന്നു പോകുമ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാട്ടിയത്. ഇരുവരെയും ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊറിയറായി അയച്ച ഐഫോൺ വിതരണം ചെയ്യാനെത്തിയ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഭരത് സാഹു എന്ന കൊറിയർ കമ്പനി ജീവനക്കാരനെ ഒരു സംഘം കൊലപ്പെടുത്തിയത്. സെപ്റ്റംബർ 23-നായിരുന്നു സംഭവം. ഇയാളെ കാണാതായെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം നഗരത്തിലെ കനാലിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി പൊതുമേഖല എണ്ണ കമ്പനികൾ. 48 രൂപയാണ് കൂട്ടിയത്. ജൂലൈയിൽ 30.5 രൂപ കുറച്ചിരുന്നെങ്കിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും യഥാക്രമം 7.5 രൂപ, 39 രൂപ എന്നിങ്ങനെ കൂട്ടിയിരുന്നു. ഇതോടെ 3 മാസത്തിനിടെ ആകെ വിലവർധന കേരളത്തിൽ 94.5 രൂപയായി. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും തട്ടുകടക്കാർക്കും തിരിച്ചടിയാകുന്ന നീക്കമാണിത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ബാങ്കോക്കിൽ നിന്നും 2 കോടിയിലേറെ രൂപയുടെ കഞ്ചാവുമായി എത്തിയ യുവാവ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായി. തിരുവനന്തപുരം സ്വദേശി വൈശാഖ് മോഹനനാണ് വിമാനത്താവളത്തിലെ കസ്റ്റംസിന്റെ പിടിയിലായത്. 9 പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് ചോക്ലേറ്റും മറ്റ് ഭക്ഷ്യവസ്തുക്കളും എന്ന് തോന്നുന്ന വിധത്തിൽ അതിവിദഗ്ധമായി യുവാവ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. മസ്തിഷ്ക ജ്വരം സംശയിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം നിർണയിക്കാനുള്ള പരിശോധന കൂടി നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ
കൂടുതലായി സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ലോകത്ത് 60 മുതൽ 70% വരെയുള്ള മസ്തിഷ്ക ജ്വരം കേസുകളിലും രോഗസ്ഥിരീകരണം ഉണ്ടാകാറില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയ്ക്കുള്ള മിൽട്ടിഫോസിൻ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റേറ്റ് RRT യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.